നമസ്തേ. ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മകരമാസത്തിലെ 30 വ്യാഴാഴ്ച ദിവസം എല്ലാവരും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായി നന്നായി പ്രാർത്ഥിക്കുക. സന്തതി സൗഭാഗ്യത്തിനായി സന്താനങ്ങളില്ലാത്തവർ സന്താന സൗഭാഗ്യമുണ്ടാകാനും ഉള്ള കുട്ടികൾ തന്നെ നല്ല സ്വഭാവ ഗുണമുള്ള, അറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള, പ്രായോഗിക ബുദ്ധിയുള്ള, സൽഗുണസമ്പന്നരായവരായിത്തീരുവാൻ, എല്ലാ സ്വഭാവ ഗുണവും തികഞ്ഞവരായിത്തീരുവാൻ രക്ഷിതാക്കൾ തീർച്ചയായും 30 വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സന്തതി സൗഭാഗ്യം ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ 30 വ്യാഴാഴ്ച എന്ന് പറയുന്നത് 2025 ജനുവരി 16-ാം തീയതി 30 വ്യാഴാഴ്ചയാണ്. മാത്രവുമല്ല, അത് മകരമാസത്തിലെ ആയില്യം നക്ഷത്രവുമാണ്. അപ്പം ചന്ദ്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. ചൊവ്വയും ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ഈ ദിവസം എല്ലാവരും ദുർഗാദേവിയുടെ പൂർണ്ണ അനുഗ്രഹമുണ്ടെങ്കിൽ സന്തതികളുടെ എല്ലാ സൗഭാഗ്യങ്ങളും സാധ്യമായി തീരും. ദുർഗാദേവി മനസ്സിൻ്റെ കാരകത്വമാണ്. അപ്പോൾ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു മക്കൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഇപ്പോൾ ചെറിയ കാരണത്തിന് ഒരു നിസ്സാര കാര്യം രക്ഷിതാക്കൾ എന്തെങ്കിലും പറഞ്ഞ് അത് അവരുടെ കുട്ടികൾ അവരുടെ ആഗ്രഹം രക്ഷിതാക്കളെ അറിയിച്ചു, അത് സാധിച്ചു കൊടുത്തില്ല എങ്കിൽ ഉടനെ തന്നെ അടുത്ത സമയം വളർത്തിയ നമ്മൾ അതുവരെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നതാണ്, തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ രക്ഷിതാക്കൾ ജീവിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ നിസ്സാര കാര്യത്തിന് ജീവൻ ബലി കൊടുക്കുന്ന അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കുട്ടികളുടെ കാലം അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാരണങ്ങളൊന്നുമില്ലാതെ സ്നേഹിക്കുന്ന പെൺകുട്ടി ഒന്ന് ചിരിച്ചില്ല, ഒന്ന് മിണ്ടിയില്ല, അല്ലെങ്കിൽ അവൾ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അവൾ വിഷ് ചെയ്തില്ല എന്നുള്ള കാരണത്താൽ ജീവൻ ഒടുക്കുന്ന ഒരുപാട് യുവതലമുറയെ നമുക്ക് കാണാം. കാരണങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, സയൻസ് പഠിച്ച് ശാസ്ത്രമെല്ലാം പഠിച്ച് പ്രോജക്റ്റുകൾ ധാരാളം ചെയ്ത് എല്ലാ പ്രോജക്റ്റുകളും ചെയ്ത് വിജയിച്ച് പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് വിജയത്തിലെത്താൻ വിജയിച്ച ജോലിയൊക്കെ നേടി ജീവിക്കാൻ തുടങ്ങി രക്ഷിതാക്കൾക്ക് മക്കളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം, അല്ലെങ്കിൽ തൻ്റെ മക്കൾ വളർന്നല്ലോ, വലുതായല്ലോ, ഇനി കുടുംബത്തിനൊരു താങ്ങും തണലുമാകുമല്ലോ എന്ന് വിശ്വസിച്ചിരിക്കുന്ന അവസരത്തിൽ ഒന്നും അറിയാതെ അമ്മയെയോ അച്ഛനെയോ സഹോദരങ്ങളെയോ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഏതോ ഒരു പെൺകുട്ടി അല്പസമയം ഒന്നും നമ്മളോട് ചിരിച്ചു, അല്ലെങ്കിൽ അവൾ മിണ്ടിയില്ല, ഒരു വളരെ കുറഞ്ഞ ബന്ധമേ ഉണ്ടാവും, 1 വർഷത്തെയോ 2 വർഷത്തെയോ പരിചയത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ ശരിക്കും അറിവില്ലായ്മ കൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾക്ക് വന്ന ജീവൻ ഒരാൾക്കും ഒരു ജീവനും സ്വയം ഉണ്ടാകുന്നില്ല. അപ്പോൾ ജീവൻ ഒടുക്കാൻ തോന്നുന്ന നിമിഷം എൻ്റെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഏത് പ്രതിസന്ധി വന്നാലും ഈ സമൂഹത്തിന് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി ഞാൻ പൊരുതി ജീവിക്കുമെന്ന് ഓരോ കുട്ടികളും തീരുമാനമെടുക്കണം. അതുപോലെ രക്ഷിതാക്കളും തീരുമാനമെടുക്കണം. ഓരോ വ്യക്തിയും തൻ്റെ ജീവൻ താനായി നശിപ്പിക്കില്ല എന്ന് തീർച്ചയായും എടുക്കുവാൻ ഈ വ്യാഴാഴ്ച 30 വ്യാഴാഴ്ച സന്താനങ്ങളുടെ ദിവസമായ, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശൻ്റെ ദിവസമായ ഈ 2025 ജനുവരി 16-ാം തീയതി വ്യാഴാഴ്ച, മകരമാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച മനസ്സ് നിറഞ്ഞ് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കൂ. വിഷ്ണു എന്ന് പറഞ്ഞ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, മൂല്യത്തിന് ച്യുതി വരുമ്പോൾ, മൂല്യത്തിന് നാശം വരുമ്പോൾ അവിടെയെല്ലാം ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം 10 അവതാരം, ഭഗവാന്റെ 10 അവതാരങ്ങൾ നമുക്കറിയാവുന്നത് തന്നെയാണ്.
ആ അവതാരങ്ങൾ എടുത്തതെല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് അവതാരങ്ങൾ എടുത്ത മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച. ഗുരുവിൻ്റെ ദിവസമാണ്. തനിക്ക് ബുദ്ധി പറഞ്ഞു തന്ന, മന്ത്രങ്ങൾ ഉപദേശിച്ചു തന്ന, നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ച, നമുക്കെല്ലാ ജ്ഞാനവും തന്ന മാതാവും പിതാവും ഗുരുവുമാണ് ആദ്യത്തെ. മാതാപിതാ ഇവരാണ് ആദ്യത്തെ ഗുരുക്കന്മാർ. ആ ഗുരുവും സ്കൂളിൽ നമ്മളെ എഴുതാൻ പഠിപ്പിച്ച, വായിക്കാൻ പഠിപ്പിച്ച, ചിന്തിക്കാൻ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും ഒരു നിമിഷം ഓർക്കുമ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കുട്ടികളും നാടിൻ്റെ സമ്പത്ത് തന്നെയാണ്. ഓരോ കുട്ടിയും വളർന്ന് വലുതായി സദ്ഗുണസമ്പന്നരായി തീരുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രവും വളരുന്നത്. അതുകൊണ്ട് ഈ പുതുദിവസം, ഈ ഉത്തരായനത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസം തന്നെ നമുക്കെല്ലാവർക്കും ആയില്യം നാളും കൂടിയാണ്. ആയില്യം എന്ന് പറഞ്ഞാൽ ശരിക്കും സന്താനങ്ങളുടെ ദിവസമാണ്. സന്താന ലബ്ധിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ശരിക്കും. അപ്പോൾ ആയില്യം നാളിൽ എല്ലാവരും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കൂ. സന്തതികളുടെ സൗഭാഗ്യത്തിന്, സന്താന സൗഭാഗ്യമില്ലാത്തവർ സന്തതികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. സന്താനങ്ങൾ ഉള്ളവർ ഉള്ള സന്താനങ്ങളെല്ലാം സദ്ഗുണസമ്പന്നരായി തീരാൻ ഏറ്റവും നല്ല സ്വഭാവ ഗുണമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം ഏറ്റവും നല്ല സമ്പത്തിൻ്റെ ഉടമയാവാനായിട്ട് എല്ലാ കുട്ടികൾക്കും അറിവ് മാത്രമല്ല തിരിച്ചറിവുണ്ടാകുവാൻ ഈ ഒരു ദിവസം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശി നോക്കുമ്പോഴും വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുമ്പോഴും എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്രം തന്നെ നന്നാവും. അതിന് ഒരു തുടക്കമായി ഈ ഉത്തരായനത്തിലെ മകരമാസത്തിലെ 30 വ്യാഴാഴ്ച മനസ്സ് തുറന്ന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കൂ. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. സന്താന സൗഭാഗ്യത്തിനായി സന്തതി സൗഭാഗ്യം തരേണേ പൂർണ്ണത്രയീശാ ഭവാനെ. സന്താന ഗോപാലമൂർത്തേ മുകുന്ദ പൂർണ്ണത്രയീശാ ഭഗവാനെ. സന്തതി സൗഭാഗ്യം തരേണേ പൂർണ്ണത്രയീശാ ഭഗവാനെ. സന്താനഭാഗ്യത്തിനായിട്ട് തൃപ്പൂണിത്തറ കൊട്ടാരം പോലെ തൃപ്പൂണിത്തറയിലെ പൂർണ്ണത്രേശ, വളരെ പുരാതനമായ പൂർണ്ണത്രേശ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സന്താനഭാഗ്യമുണ്ടാവും എന്നറിയും. മണ്ണാറശാലയിലെ മണ്ണാറശാല എന്ന് പറയുന്ന നാഗക്ഷേത്രത്തിൽ പോയി അവിടെ ഉരുളി കമഴ്ത്തി പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യമുണ്ടാവും. അതുപോലെ ഓരോ നാഗക്ഷേത്രങ്ങളിലും വിശേഷമുള്ള ആയില്യം നാളിൽ വ്യാഴാഴ്ചയും കൂടി ചേർന്ന് ഒരു ദിവസം, വ്യാഴാഴ്ച ദിവസം സന്താന ഗോപാല മന്ത്രം ജപിച്ചുകൊണ്ട് നെയ്യ് സേവിച്ചാലും അതുപോലെ തന്നെ പൂവമ്പഴം നേദിച്ചു കഴിച്ചാലും ഒക്കെ നല്ല സദ്ഗുണസമ്പന്നരായ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് ഒരു വിശ്വാസമാണ്. പൂർണ്ണത്രേശനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സന്താനങ്ങളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കൂ. ഇനി സന്താന ഗോപാല മന്ത്രത്തിന് ഇനി സന്തതികളില്ലാത്ത ദമ്പതികൾ അവർക്കൊരു സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സന്താന ഗോപാല മന്ത്രത്തിലെ ഒരു ശ്ലോകം ഇവിടെ ചൊല്ലാം. ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗദാ. വിഷ്ണു സഹസ്രനാമം ചൊല്ലാം, സന്താന ഗോപാല മന്ത്രം ചൊല്ലാം. അതുപോലെ തന്നെ കഴിയുന്നതും വ്യാഴാഴ്ച ദിവസം ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട്, പൂർണ്ണ ഉപവാസം പറഞ്ഞിട്ടില്ല, ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ബാക്കി സമയം മുഴുവൻ വിഷ്ണു അഷ്ടോത്തരം ചൊല്ലിക്കൊണ്ട് വിഷ്ണു ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് രാജഗോപാല മന്ത്രം ജപിച്ചുകൊണ്ട് കാര്യസിദ്ധിക്ക് വേണ്ടി ഭസ്യമന്ത്രമായ രാജഗോപാല മന്ത്രം വ്യാഴാഴ്ച ദിവസം ഏത് കാര്യവും, അതൊരു ജോലിക്ക് ശ്രമിക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അപ്പം നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു 108 പ്രാവശ്യം
രാജഗോപാല മന്ത്രം ജപിച്ചാൽ മതി. സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ സാമ്പത്തികം വന്നു ചേരുവാൻ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാന്റെ രാജഗോപാല മന്ത്രം കൂടി ജപിക്കുക. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനേ സ്വഹ. ഈ ലോകത്തിലുള്ളതെല്ലാം എനിക്ക് വശമാകുന്ന രീതിയിൽ ഞാൻ ഇന്നൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്, ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ ഇന്നൊരു സാമ്പത്തികത്തിൻ്റെ കാര്യത്തിന് പോവുകയാണ്, ഏത് കാര്യത്തിന് പോകുമ്പോഴും രാജഗോപാല മന്ത്രം. അപ്പോൾ വ്യാഴാഴ്ച തുടങ്ങുമ്പോൾ അത് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പരീക്ഷ വരുന്നതെങ്കിലും ഈ വ്യാഴാഴ്ച മുതൽ അതൊരു ശീലമാക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഗുരുവായൂർ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിഷ്ണു ക്ഷേത്രമാണ് ഗുരുവായൂർ. ആ ഗുരുവായൂർ അപ്പോൾ ആ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 11 പ്രാവശ്യം ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, വിഷ്ണു അഷ്ടോത്തരം ചൊല്ലുക. ശ്രീകൃഷ്ണൻ്റെ ഒരുപാട് കീർത്തനങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം ഒരു നേരം ഗുരുവായൂരപ്പ നിൻ തിരുനടയിൽ എത്തുവാൻ ഭാഗ്യം വേണം. ആ ഗുരുവായൂരപ്പൻ്റെ നടയിലൊന്നെത്തിയ ഭഗവാന്റെ തിരുമുദർശനം ഒന്ന് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഏതൊരാൾക്കും അറിയാം ഭഗവാന്റെ ലീലകൾ. ആ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ഗുരുവായി കണ്ടുകൊണ്ട് മനസ്സറിഞ്ഞ് രാജഗോപാല മന്ത്രവും അതുപോലെ വിദ്യാഗോപാല മന്ത്രം ഏത് കുട്ടിക്ക് വേണ്ടിയും, ആ കുട്ടിക്കറിയില്ലെങ്കിൽ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്ത് ചൊല്ലു. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രേച്ഛമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രേച്ഛമേ. ഇത് വിദ്യാഗോപാല മന്ത്രമാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ പരീക്ഷയ്ക്ക് എടുക്കുന്ന സന്ദർഭത്തിൽ വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ചും വിദ്യാഗോപാല മന്ത്രം അർച്ചന ചെയ്യുന്നത്, വിദ്യാഗോപാല മന്ത്രം കുട്ടികൾ തന്നെ ചൊല്ലാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്, രക്ഷിതാക്കൾ അവരുടെ കൂടെ ഇരുന്ന് ചൊല്ലുന്നത്, അതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ നന്മകളും വന്നു ചേരും. രാജഗോപാല മന്ത്രം വിദ്യാഗോപാല മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ഗുരുവായിട്ട് ഗുരുവായൂരപ്പനെ തന്നെ മനസ്സിൽ കാണുക, കണ്ടുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തൃക്കൈവെണ്ണയോ ഒരു ഭാഗ്യസൂക്താർച്ചനയോ ഒരു തുളസിമാലയോ ഒരു തുളസിയതൾ ഭഗവാന്റെ പാദത്തിൽ വയ്ക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ വെച്ച്, ഇനി ഇതിനൊന്നും സാധിക്കാത്തവർ മനസ്സിൽ ഭഗവാന്റെ രൂപം ഇങ്ങനെ നമ്മുടെ ധ്യാനത്തിൽ കൊണ്ടുവന്നുകൊണ്ട് രാജഗോപാല മന്ത്രവും അതുപോലെ വിദ്യാഗോപാല മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രവുമൊക്കെ ജപിക്കൂ. തീർച്ചയായും ഈ ഉത്തരായനത്തിലെ 30 വ്യാഴാഴ്ച എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകും. നന്ദി, നമസ്കാരം.